ബേസ്റോമ ധ്യാനത്തിലേക്ക് ഏവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്ന ദിനമാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുവചനം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനം പറയുന്നു, അടിയന്റെ കുടുംബം അങ്ങയുടെ തിരുസന്നിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ അവിടെ തിരുവുള്ളമാകണമേ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരുപാട് കുടുംബങ്ങളെ കണ്ടുമുട്ടുന്നുണ്ട്. ചില കുടുംബങ്ങൾ ദൈവത്തെ കുടിയിരുത്തിയിരിക്കുന്ന ഭവനങ്ങൾ, ചില കുടുംബങ്ങൾ ദൈവത്തെ കുടിയൊഴിപ്പിച്ചിരിക്കുന്ന ഭവനങ്ങൾ. ഏതെല്ലാം ഭവനങ്ങളാണോ ദൈവത്തെ കുടിയിരുത്തിയിരിക്കുന്നത്, അവരും അവിടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുന്നത് കാണുന്നുണ്ട്. നമ്മൾ കാണുക, അബ്രാഹത്തിന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നുചെന്നു. ആ കുടുംബത്തിന് എന്തായിരുന്നു ആവശ്യം? കുഞ്ഞിനെയായിരുന്നു ആവശ്യം. അബ്രാഹവും സാറയും ദീർഘകാലമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതൻ ആ കുടുംബത്തിലേക്ക് കടന്നുചെന്നു. ആ കുടുംബത്തിന് കുറവുള്ള നിറവായി മാറുകയാണ്. ജോബിന്റെ കുടുംബത്തിന് ആവശ്യം സമ്പത്തായിരുന്നു. ദൈവത്തിന്റെ ദൂതൻ കടന്നുചെന്നു. ആ കുടുംബത്തിന് സമ്പത്ത് നൽകി. തോബിത്തിന്റെ കുടുംബത്തിന് ആവശ്യം രോഗശാന്തിയായിരുന്നു. ദൈവത്തിന്റെ ദൂതൻ കടന്നുചെന്നു. ആ കുടുംബത്തിന് രോഗശാന്തി നൽകുകയാണ്. ഇതുപോലെ തന്നെ പുതിയ നിയമത്തില് യേശു കുടുംബങ്ങളെയെല്ലാം ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയാണ്. കർത്താവ് യേശുവിശിഹ ഏതെല്ലാം കുടുംബങ്ങളിലേക്ക് കടന്നുചെന്നോ കുടുംബത്തിന്റെ കുറവുകൾ നിറവുകളായി മാറുന്നുണ്ട്. നമ്മൾ കാണുക എലിസബത്തിന്റെ ഭവനം. എലിസബത്തിന് യേശുവിന്റെ സാന്നിധ്യമല്ലേ യോഹന്നാനിലേക്കും എലിസബത്തിലേക്കും പരിശുദ്ധാത്മാവിനെ നൽകിയത്? സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വരിക. ആ സക്കേവൂസിന് വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്, വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട്, ഭൗതികമായി എല്ലാം ഉണ്ട്. പക്ഷേ യേശു ആ ഭവനത്തിൽ കടന്നു ചെന്നുകൊണ്ട് ആ കുടുംബത്തിന് കുറവുള്ളത് യേശു അവർക്ക് നൽകുന്നത് എന്തിന്റെ കുറവായിരുന്നു? രക്ഷയുടെ കുറവായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന്. ഇതുപോലെ തന്നെ കാനായിലെ കുടുംബം വലിയൊരു അപമാനത്തിലേക്ക് കുടുംബം പോകുക. എന്നാൽ യേശുവിനെ ആ കുടുംബത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. യേശുവിന്റെ സാന്നിധ്യം ആ കുടുംബത്തിനുണ്ടല്ലോ. പുതുവീഞ്ഞിന്റെ അനുഭവം നൽകി. ഇന്ന് പ്രിയപ്പെട്ടവരെ, യേശു നിന്റെ കുടുംബത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം തിരുവചനം, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവരുടെ അടുക്കിലേക്ക് വരികയും അവരോടുകൂടെ ഭക്ഷിക്കുകയും ചെയ്യും. ഈ മണിക്കൂറിൽ യേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയം നമുക്ക് തുറന്നു കൊടുക്കാം. യേശു നിന്റെ ഭവനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നിന്റെ കുടുംബത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ തന്നെ കേരള ക്രൈസ്തവ സമൂഹത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു പിതാവുണ്ട്, വിശുദ്ധ ചാവറ പിതാവ്. 1868 നല്ല അപ്പന്റെ ചാവരുൾ വിശുദ്ധ ചാവറ പിതാവ് എഴുതി. എന്താണ് നല്ല അപ്പന്റെ ചാവരുൾ? ഒരപ്പൻ മരിക്കുന്ന നേരത്ത് തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന അന്തിമ ഉപദേശങ്ങളാണ്. ഇത് ഈ കാലം എത്രയും കേരള ക്രൈസ്തവ കുടുംബങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതാണ് കേരള ക്രൈസ്തവ കുടുംബങ്ങളുടെ ശക്തി കേന്ദ്രമായി ഈ കാലഘട്ടം വരെ കൊണ്ടുപോയി നടന്നത്. എങ്കിൽ ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ചാവറ പിതാവ് നൽകുന്ന നല്ലപ്പന്റെ ചാവരുൾ നമ്മുടെ കുടുംബത്തിലെ ഒരു ശക്തി കേന്ദ്രമായി, ഒരു മാർഗദീപമായി, ഒരു ഉപദേശമായി ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കണം. ദൈവം അബ്രാഹത്തോട് പറയുന്നുണ്ട്, നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. വീണ്ടും അബ്രാഹത്തോട് പറയുകയാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും നിനക്ക് സന്തതി പരമ്പര ഉണ്ടാകുമെന്ന്. എന്താണ് ആകാശത്തിലെ നക്ഷത്രത്തിന്റെ പ്രത്യേകത? ആകാശത്തിലെ നക്ഷത്രത്തിന്റെ പ്രത്യേകത അത് ഉയർന്നു നിൽക്കും. 2, ഏത് കൂരിരുട്ടിലും അത് തിളങ്ങി നിൽക്കും എന്നുള്ളതാണ്. ഇന്ന് വിശുദ്ധ ചാവറ പിതാവിന്റെ ഈ അന്തിമ ഉപദേശം സ്വീകരിക്കുന്ന ഏത് വ്യക്തിയാണോ, ഏത് കുടുംബമാണോ, ആ കുടുംബങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് ആകാശത്തിലെ നക്ഷത്രം. അത് ഉയർന്നു നിൽക്കും, ഏത് കുരുട്ടിലും തിളങ്ങി നിൽക്കും. നിന്റെ കുടുംബം ഉയർന്നു നിൽക്കണ്ടേ? ഏത് കുരുട്ടിലും തിളങ്ങി നിൽക്കണ്ടേ? എങ്കിൽ ശ്രദ്ധിച്ചോ, വിശുദ്ധ ചാവറ പിതാവിന്റെ ആത്മീയതയ്ക്ക്
3 ശിഖരങ്ങളുണ്ട്. ഒന്നാമത്തെ ശിഖരം അത് ദൈവത്തോടുള്ള ബന്ധമാണ്. രണ്ടാമത്തെ ശിഖരം അപരനോടുള്ള ബന്ധമാണ്. മൂന്നാമത്തെ ശിഖരം എന്നോട് തന്നെയുള്ള ബന്ധമാണ്. ഈ 3 കാര്യങ്ങൾ ഹൃദയത്തിൽ നീ വഹിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ ഓർക്കുക, ഒരു വ്യക്തിക്ക് ദൈവത്തോടുള്ള ബന്ധമാണ് ആത്യന്തികമായി ഉണ്ടാകേണ്ടത്. നിന്റെ മക്കൾ, നിന്റെ കുടുംബം, തലമുറകൾ, തറവാട് അനുഗ്രഹിക്കപ്പെടണമോ, നക്ഷത്രങ്ങൾ പോലെ തിളങ്ങണമോ, ഈ ദൈവത്തോടുള്ള ബന്ധം നിനക്കുണ്ടാകണം, നിന്റെ കുടുംബത്തിനുണ്ടാവണം. അതുകൊണ്ടാണ് വിശുദ്ധ ചാവറ പിതാവ് കുടുംബങ്ങൾക്ക് ഒരു ക്രമം കൊടുക്കുന്നുണ്ട്, ഒരു ചിട്ട കൊടുക്കുന്നുണ്ട്. ഈ ചിട്ടയും ക്രമവും ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് മക്കൾ തകർന്നു പോകുന്നത്. 3 മക്കളുള്ളൂ, 3 വഴിക്ക് പോകുന്നത്. ഈ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോകുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം തിരുവചനം പറയുകയാണ്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കുമെന്ന്. എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിന് ഒരു ചിട്ടയുണ്ടാവുക? ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഉണ്ടാവുക. വിശുദ്ധ ചാവറ പിതാവ് പറയുകയാണ്, മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കുമ്പസാരിക്കണമെന്ന്. ഈ കുമ്പസാരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് ഒരു കുടുംബം ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ കുടുംബത്തിൽ ദൈവം പ്രവർത്തിക്കും, ദൈവം ഇറങ്ങി വരും എന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയെ കുറിച്ച് വിശുദ്ധ ചാവറ പിതാവ് പറയുകയാണ്, കുർബാന ഒരു കുടുംബത്തിൽ ലഭിക്കുന്ന പ്രകാശമാണ്, സിദ്ധ ഔഷധമാണ് എന്ന്. എങ്കിൽ എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോകേണ്ടത്? ചാവറ പിതാവ് പറഞ്ഞു തരികയാണ്, കുടുംബാംഗങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ആർക്കെങ്കിലും പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും കുടുംബത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. കാരണം നിന്റെ കുടുംബവും അൾത്താരയും തമ്മിൽ ഒരു അദൃശ്യമായ ബന്ധമാണ് ഓരോ വ്യക്തികളും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ ഓർക്കണം, ദിവ്യബലിക്കായി നമ്മൾ അൾത്താരയ്ക്ക് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ അൾത്താരയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നീ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു അദൃശ്യമായ ബന്ധം നിന്റെ കുടുംബത്തിൽ സ്ഥാപിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ കുർബാനയുടെ മഹത്വം തിരിച്ചറിയുവാൻ ഓരോ കുടുംബങ്ങളോടും വിശുദ്ധ ചാവറ പിതാവ് ആഹ്വാനം ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളുടെ പാരമ്പര്യങ്ങളെ കാണാൻ സാധിക്കും. വണക്കമാസം ചൊല്ലി പ്രാർത്ഥിക്കുക നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായിരുന്നു. വിശുദ്ധ ചാവറ പിതാവ് പറയുകയാണ്, ആരാണ് ഈ വണക്കമാസത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്? അത് കുടുംബത്തിന്റെ നാഥനും നാഥിയുമായിരിക്കണം നേതൃത്വം കൊടുക്കേണ്ടേ എന്ന്. ഇതുപോലെ തന്നെ കത്തോലിക്ക കുടുംബങ്ങൾക്ക് വിശുദ്ധ ചാവറ പിതാവ് നൽകുകയാണ്, ഓരോ കുടുംബത്തിലും ഒരു ലൈബ്രറി ഉണ്ടാവണം. ഈ ലൈബ്രറിയിൽ ഉണ്ടല്ലോ ഉണ്ടായിരിക്കേണ്ട പുസ്തകങ്ങൾ, വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ ഉണ്ടാവണം, ഭക്തപുസ്തകങ്ങൾ ഈ ലൈബ്രറിയിൽ സൂക്ഷിക്കണം. നമ്മുടെ കുടുംബത്തിലേക്ക് കാണുന്നതും തോന്നും കയറി വരരുത്. ചീത്ത പുസ്തകങ്ങൾ നമ്മുടെ കുടുംബത്തെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശുദ്ധ ചാവറ പിതാവ് 1868 എഴുതി വെച്ചു, വൈക്കോലിൽ തീ സൂക്ഷിക്കുന്നതിന് തുല്യമാണ് ഒരു കുടുംബത്തിൽ ചീത്ത പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ മക്കൾ കാണുന്ന TV ചാനലുകൾ, നമ്മുടെ മക്കൾ കാണുന്ന മൊബൈലിലൂടെ കടന്നു പോകുന്ന സൈറ്റുകൾ, ഇതുപോലെ തന്നെ പുസ്തകങ്ങൾ, നമ്മൾ ഓർക്കുക വൈക്കോലിൽ തീ സൂക്ഷിച്ചു വെക്കുന്നതിന് തുല്യമാണ് എന്ന്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ചാവറ പിതാവ് പറയുന്നുണ്ട്, നമ്മുടെ കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഒരു ക്രമമുണ്ടാകണമെന്ന്. അതിരാവിലെ മക്കളെ വിളിച്ചുണർത്തി കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ അനുഗ്രഹം എന്താണ് എന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നാം കാണുകയാണ്. 16-ാം അധ്യായം 27-ാം തിരുവചനം, അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു എന്ന്. ഒരു കുടുംബം അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് കുടുംബത്തിൽ ലഭിക്കുക? ആ കുടുംബത്തിന് വേണ്ട അനുഗ്രഹങ്ങളാണ് ലഭിക്കുക. എന്നാൽ സായാഹ്നത്തിൽ ഒരു കുടുംബം പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിന് വേണ്ട സംരക്ഷണമാണ് അവിടെ ലഭിക്കുക. വീണ്ടും വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞു തരികയാണ്,
കാണുമ്പോഴും തോന്നുമ്പോഴും അല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരേണ്ടത്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം കഴിക്കണം. അതല്ലേ സങ്കീർത്തനം പറയുന്നത്, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയായിരിക്കുമെന്ന്. ഇവിടെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഭക്ഷണത്തിനായി ഇരിക്കുമ്പോൾ വിശുദ്ധ ചാവറ പിതാവ് കുടുംബങ്ങൾക്ക് ഒരു ക്രമം കൊടുക്കുകയാണ്. ബാബാക്കും പുത്രനും വെച്ചിട്ട ഭക്ഷണത്തിൽ കൈവയ്ക്കാൻ പാടല്ലോ. ഭക്ഷണം കഴിഞ്ഞോ എഴുന്നേറ്റ് പോവുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് ദൈവം തന്നതാ മക്കളെ, ദൈവത്തോട് നന്ദി പറയണം. ഇന്ന് നിന്റെ കുടുംബം, നിനക്ക് നല്ല ജോലിയുണ്ട്, നല്ല വാഹനമുണ്ട്, നിനക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, നിനക്ക് നല്ല ആരോഗ്യമുണ്ട്. നിന്റെ കഴിവാണോ? നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, നിന്റെ മക്കളൊന്ന് വിദേശത്ത, നിന്റെ കഴിവാണോ? വിശുദ്ധ ചാവറ പിതാവ് പറയുകയാണ്, ദൈവത്തോട് നന്ദി പറയാ നിങ്ങൾ മറക്കരുത് എന്ന്. വീണ്ടും വിശുദ്ധ ചാവറ പിതാവ് നൽകുകയാണ്, കുടുംബത്തിൽ സന്ധ്യാ പ്രാർത്ഥന ഉണ്ടായിരിക്കണമെന്ന്. ഈ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് സമയം കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരം 7 മണിക്ക് കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന നടന്നിരിക്കണം. പഴയ നമ്മുടെ തറവാടുകളിലേക്കും ദേശങ്ങളിലേക്ക് കടന്നു ചെന്ന എങ്ങനെയാണ് ഒരു ക്രൈസ്തവന്റെ കുടുംബം തിരിച്ചറിയുക? ആ സായാഹ്നങ്ങളിൽ ആ വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ കാണുകയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ. അധരം തുറന്ന് നാട് മുഴുവൻ കേൾക്കാം, അയൽവക്കക്കാർക്ക് കേൾക്കാം, ചുറ്റുപാടുമുള്ളവർക്ക് കേൾക്കാം. അധരം തുറന്ന് പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിന്റെ ക്രമം, കത്തോലിക്ക കുടുംബത്തിന്റെ ക്രമം. നമ്മുടെ ഇടവ ദേവാലയത്തിൽ കുരിശുമണി അടിച്ചോ? ആ കുരിശുമണി അടിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിൽ കർത്താവിന് മാലാഖി ആരംഭിക്കും. കുടുംബ പ്രാർത്ഥന അവിടെ നടക്കും. അല്ല കിടന്നല്ല, ഇരുന്നല്ല, മുട്ടുകുത്തിയ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കാർന്നോന്മാരും അന്ന് പ്രാർത്ഥിച്ചിരുന്നത്. വീണ്ടും ചാവറ പിതാവ് പറയുകയാണ്, ഈ പ്രാർത്ഥന കഴിഞ്ഞ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോകുന്നേക്കാൾ മുമ്പ് ആത്മശോഭന ചെയ്യണം. ഒരു കത്തോലിക്കന്റെ ഉറക്കത്തെ പോലും വിശുദ്ധ ചാവറ പിതാവ് വിളിക്കുകയാണ് ശയന ആരാധന എന്നാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തോടുള്ള ബന്ധം നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയോ, ആ കുടുംബം തകർന്നു പോകും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബം ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണമുള്ള ഒരു കുടുംബമായിരിക്കണം. ഇതുപോലെ തന്നെ വിശുദ്ധ ചാവറ പിതാവ് അപരനോടുള്ള ബന്ധത്തെക്കുറിച്ചും പറയുന്നുണ്ട്. നല്ലപ്പന്റെ ചാവറകളിൽ അവിടെ കാണാൻ സാധിക്കും ഭാര്യ ഭർത്ത ബന്ധത്തെക്കുറിച്ച് ചാവറ പിതാവ് ഇങ്ങനെയാണ് പറയുന്നത്, അത് രക്തത്താലും സ്നേഹത്താലും ബന്ധിതമായിട്ടുള്ളത് ഭാര്യ ഭർത്ത ബന്ധമെന്ന്. രക്തത്താലും സ്നേഹത്താലും ബന്ധിതമായിട്ടുള്ളത് ഭാര്യ ഭർത്ത ബന്ധം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ നാം വായിക്കുകയാണ്. ഏക ശരീരവും ഏകാത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവഭക്തരായ സന്തതികളെയല്ലാതെ എന്താണ് ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ കാലഘട്ടത്തിലും ദമ്പതികളെ നിങ്ങളോട് മലാക്കി പ്രവാചകനിലൂടെ ചോദിക്കുകയാണ്, ഏകാത്മാവ് ഏക ശരീരവും ആകുവാനല്ലേ നിങ്ങളെ കുടുംബ ജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുന്നേ? അടുത്തൊന്ന് ശ്രദ്ധിച്ചേ, ദൈവഭക്തരായ സന്തതികൾക്ക്. എങ്ങനെയുള്ള സന്തതികൾക്ക്? ദൈവഭക്തരായ സന്തതികൾക്ക് ജന്മം നൽകേണ്ടവരാ കുടുംബത്തിന്റെ മാതാപിതാക്കൾ. അല്ലാതെ ജഡത്തിന്റെ കുഞ്ഞുങ്ങൾക്കല്ല, സീരിയലുകളുടെ കുഞ്ഞുങ്ങൾക്കല്ല, മദ്യത്തിന്റെ കുഞ്ഞുങ്ങൾക്കല്ല, പുകവലിയുടെ കുഞ്ഞുങ്ങൾക്കല്ല, മയക്കുമരുന്ന് കുഞ്ഞുങ്ങൾക്കല്ല, ബ്ലൂ ഫിലിമിന്റെ കുഞ്ഞുങ്ങൾക്കല്ല. വചനം പറയുന്നു, ദൈവഭക്തരായ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകേണ്ടവരാ കുടുംബത്തിന്റെ മാതാപിതാക്കൾ. എന്നാൽ ഈ കാലഘട്ടത്തിൽ മക്കളുടെ വൈകൃത സ്വഭാവങ്ങൾ കാണുമ്പോൾ ഈ അപ്പനും അമ്മയും എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് ഏറ്റു പറഞ്ഞു. കാരണം നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന ഏക ശരീരവും ഏകാത്മാവുമാകുവാനാണ്. വിശുദ്ധ ചാവറ പിതാവ് പറയുകയാണ്, ഇത് രക്തത്താലും സ്നേഹത്താലുമുള്ള ബന്ധമാണ് ദമ്പതികളെ നിങ്ങളുടെ ഭാര്യ ഭർത്ത ബന്ധം എന്ന് പറയുന്നത്. വീണ്ടും മാതാപിതാക്കളോട് വിശുദ്ധ ചാവറ പിതാവ് നൽകുന്ന ഉപദേശമുണ്ട്. മാതാപിതാക്കളെ നിങ്ങൾ പരസ്പരം ബഹുമാനിക്കണം. നിങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്ന മക്കൾ കാണണം. എങ്കിലാണ് ഈ മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ നിങ്ങളെ കുടുംബ ജീവിതത്തിലേക്ക് ദൈവം വിളിച്ചു. ഇനി എങ്ങനെയാണ്
നിങ്ങൾ പരസ്പരം ബഹുമാനിക്കണം. ഈ ബഹുമാനിക്കുന്ന മക്കളെ കാണണം, എങ്കിലാണ് മക്കൾ നിങ്ങളെ ബഹുമാനിക്കുകയുള്ളൂ. ഇത് വിശുദ്ധ ചാവറ പിതാവ് ഇന്നലെ പറഞ്ഞതല്ല, 1868 എഴുതി വെച്ചിട്ടുള്ളത് കത്തോലിക്ക കുടുംബങ്ങൾക്ക് വേണ്ടി. അത് നമ്മുടെ കാർന്നോന്മാര് ഏറ്റുവാങ്ങി അവിടെ വിശ്വാസത്തിന്റെ ജീവിതമായി അവർ നെഞ്ചോട് ചേർത്ത് വെച്ച് അത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. വീണ്ടും ചാവറ പിതാവ് മാതാപിതാക്കളോട് പറയുകയാണ്, മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത്? സർവേശ്വരൻ സൂക്ഷിക്കാൻ തന്നിരിക്കുന്ന നിക്ഷേപമാണ് മക്കൾ. അവരെ തമ്പുരാന് തിരിച്ചേൽപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. കാണുന്ന തോന്നുന്ന പോലെ എല്ലാ മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. ഈ കാലഘട്ടത്തിൽ മക്കളെ നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്, മക്കൾ ചോദിക്കുന്ന മുഴുവൻ നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ മക്കളെ ഫസ്റ്റ് ആവാൻ നിങ്ങൾ പഠിപ്പിച്ചു, ബെസ്റ്റ് ആവാൻ നിങ്ങൾ പഠിപ്പിച്ചു, സെയിന്റ് ആവാൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സർവേശ്വരൻ സൂക്ഷിക്കാൻ തന്നിരിക്കുന്ന നിക്ഷേപ നിന്റെ മുമ്പിലിരിക്കുന്ന നിന്റെ മക്കൾ. ഈ മക്കളെ ദൈവത്തിന് തിരിച്ചേൽപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് എന്ന് ഓരോ മാതാപിതാക്കളും തിരിച്ചറിയണം. നമ്മൾ കണ്ടുമുട്ടുക ഈ കാലഘട്ടത്തിലായിക്കൊള്ളട്ടെ, എത്രയോ മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വേദനിക്കുന്നുണ്ട്. നമ്മൾ തിരുവചനത്തിൽ കാണുകയാണ്, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. അപസ്മാര രോഗിയെ യേശു സുഖപ്പെടുത്തുക. ഇവിടെ ഒരു പിതാവ് യേശുവിന്റെ സവിധയെ കടന്നു എന്ന് യേശുവിനോട് പറയുക, കർത്താവേ എന്നോട് കരുണ തോന്നണേ. കാരണം എൻ്റെ മകൻ പലപ്പോഴും തീയിലും വെള്ളത്തിലും വീഴുക, പിശാച് അവനെ തള്ളിയിടുക. നിനക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എൻ്റെ മകനിൽ കരുണ തോന്നി എൻ്റെ മകനെ രക്ഷിക്കണമേ, എൻ്റെ മകനെ രക്ഷിക്കണമേ. പലപ്പോഴും തീയിലേക്കും വെള്ളത്തിലേക്കും അവരെ തള്ളിയിടുക. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞേന്, എൻ്റെ മകൻ മൊബൈൽ ഫോൺ അഡിക്റ്ററാ, എൻ്റെ മകൻ വിശ്വാസ ജീവിതമില്ല, പ്രാർത്ഥനാ ജീവിതമില്ല, കുമ്പസാര ജീവിതമില്ല, ഞങ്ങൾ എന്താ ചെയ്യാം? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, ഈ അപ്പൻ യേശുവിന്റെ സവിധയെ കടന്നു വന്നതുകൊണ്ടല്ലേ ആ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ച് അവൾ പിശാച് ബാധ വിട്ടുപോയത്. സീറോ ഫിനിഷ് സ്ത്രീയെ കുറിച്ച് വചനം പറയുന്നുണ്ട്, അവളുടെ കൊച്ചുമോള് പിശാച് ബാധ ഏറ്റിരിക്കുക. ആ അമ്മ യേശുവിന്റെ സവിധയെ കടന്നു വന്നുകൊണ്ടല്ലേ ആ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിന്റെ മക്കളെ ഓർത്ത് നീ കണ്ണീര് പൊഴിക്കുമ്പോ, അവിടെ ഇവിടെ പറഞ്ഞു നടക്കുമ്പോ നീ വേറെ എങ്ങോട്ടും ഓടേണ്ട ആവശ്യമില്ല. ഈ കുഞ്ഞുങ്ങളെ യേശു രക്ഷിച്ചുവെങ്കിൽ നിന്റെ കുഞ്ഞിനെ യേശു രക്ഷിക്കാം. പക്ഷേ ഒറ്റ കാര്യം മാത്രം, ഈ അപ്പൻ യേശുവിന്റെ മുന്നിലേക്ക് വന്നതുപോലെ, ഈ അമ്മ യേശുവിന്റെ മുന്നിലേക്ക് വന്നതുപോലെ നീയും യേശുവിന്റെ മുന്നിലേക്ക് വരണം. എങ്കിൽ മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നല്ല പോലെ നിങ്ങൾക്ക് മരിക്കാം. ഈ മക്കളെ ഓർത്ത് അഭിമാനിക്കാം. ഈ മക്കൾ ആകാശ നക്ഷത്രങ്ങൾ പോലെ ഉയർന്നു നിൽക്കുന്നത് കാണാം. ഈ മക്കൾ ഏത് കൂരിട്ടിലും തിളങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എൻ്റെ അടുക്കൽ ഒരപ്പനും അമ്മയും കൂടി വന്നിരിക്കുക, തകർന്ന് തരിപ്പണായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നല്ല വിദ്യാഭ്യാസമുള്ളവരാ, കോളേജ് പ്രൊഫസേഴ്സാണ്. എന്താ വന്നതിൻ്റെ കാരണം എന്നറിയോ? ഈ മകനെ പോലീസ് പിടിച്ചിരിക്കുകയാണ്, ജയിലിലാക്കിയിരിക്കുകയാണ്. ഈ മകന് വേണ്ടി ഇനി എന്ത് പരിഹാരം ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാ. ഈ സമയത്ത് ഈ കുഞ്ഞിൻ്റെ ഗ്രാൻഡ് മദർ, അമ്മാമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം, അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണമായിരുന്നു. ഇതിനുശേഷം ഇവരെ കുറിച്ച് പറയുക, അപ്പനും അമ്മയും കോളേജ് പ്രൊഫസേഴ്സാ. ഇവർ രണ്ടുപേരും മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നു. നമുക്കറിയാം, അധ്യാപകരാണ് മാതാപിതാക്കളെങ്കിൽ ഈ അധ്യാപകരുടെ ചങ്കിനുള്ള ആഗ്രഹം എന്താ? ഈ മക്കളെ ആ സ്കൂളിൽ ടോപ്പാക്കണം. അങ്ങനെ ഈ കുഞ്ഞ് ക്ലാസ്സിലെ ടോപ്പായിരുന്നു. 10ാം ക്ലാസ് ഫുൾ A+ കൂടി പാസ്സായി. നാട്ടിൽ വലിയ ഫ്ലെക്സ് വെച്ചിരിക്കുക. വീണ്ടും +2 വിട്ടു, +2 ഫുൾ A+ കൂടി പാസ്സായി. അതിനേക്കാൾ വലിയ ഫ്ലെക്സ് നാട്ടിൽ ഉയർത്തി. പിന്നീട് ഈ കുഞ്ഞിനെ പഠിക്കാൻ വേണ്ടി മറ്റൊരു സംസ്ഥാനത്തേക്ക് വിട്ടിരിക്കുക. അവിടെ അവൻ മിടുക്കനായി പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാ, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അപ്പന് ഒരു ഫോൺ കോൾ വന്നിരിക്കുന്നത്.
ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട്. അപ്പൻ ചെന്നിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. ഈ രംഗം കണ്ടിട്ട് അപ്പൻ്റെ ചങ്ക് തകർന്നു. പോലീസുകാർ പറയുകയാണ്, ഈ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് 2 കിലോ മയക്കുമരുന്ന് ഞങ്ങൾ പിടിച്ചുവെന്ന്. ഈ അപ്പനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നതാ? എന്നാൽ ഈ അമ്മാമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ഛാ, ഈ അപ്പനും അമ്മയും കോളേജ് പ്രൊഫസേഴ്സാ. വൈകുന്നേരങ്ങളിൽ ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ അപ്പനും അമ്മയും വീട്ടുമുറ്റത്ത് ഷട്ടിൽ കളിക്കും. കൂടെ ഈ മക്കൾ 2 ഷട്ടിൽ കളിക്കും. ചുറ്റുമുള്ള കത്തോലിക്ക കുടുംബങ്ങളെ മുഴുവൻ കുടുംബ പ്രാർത്ഥന നടക്കുക. ഈ കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ ഈ അപ്പനോടും അമ്മയോടും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കേ, നിങ്ങൾ കളി നിർത്ത്, കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന വേണ്ടേ എന്ന്. എന്നാൽ ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിച്ചേക്കുക, ഞങ്ങൾ എത്ര കുർബാന ചൊല്ലണം, എത്ര കുരിശിന്റെ വഴി ചൊല്ലണം, എത്ര ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലേക്ക് 2 പ്രതീകങ്ങൾ നിൽക്കുന്നുണ്ട്. ഒന്ന് നോഹയുടെ പെട്ടകമാ, മറ്റൊന്ന് ബാബേൽ ഗോപുരമാ. നോഹയുടെ പെട്ടകം അവർ പണിതുയർത്തി. എങ്ങനെയാ പണിതുയർത്തിയെ? ദൈവവുമായുള്ള ബന്ധത്തിലാണ് അവർ പണിതുയർത്തിയത്. ഈ പെട്ടകം ദൈവവുമായുള്ള ബന്ധത്തിൽ പണിതുയർത്തി കഴിഞ്ഞപ്പോൾ 40 ദിവസം 40 ദിനരാത്രങ്ങൾ വലിയ വെള്ളപ്പൊക്കം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അവർ തകർന്നില്ല. അത് ദൈവവുമായുള്ള ബന്ധത്തിൽ പണിതുയർത്തിയതാ. എന്നാൽ ബാബേൽ ഗോപുരത്തിന്റെ പ്രത്യേകത എന്താ? ബാബേൽ ഗോപുരം സ്വന്തം ബുദ്ധി കൊണ്ടാണ് അവർ പണിതുയർത്തിയത്. മുന്നോട്ട് പോയി, മുകളിലേക്ക് പോയി, മുകളിലേക്ക് പോയി, മുകളിലേക്ക് പോയി, അത് തകർന്ന് തരിപ്പണമായില്ലേ? ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ഈ അപ്പനും അമ്മയും കൂടി കരുതി വെച്ചിരിക്കുന്ന നോഹയുടെ പെട്ടകമാണോ അതോ ബാബേൽ ഗോപുരമാണോ? നിങ്ങൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, നല്ല വിദ്യാലയത്തെ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ചോദിക്കുമ്പോൾ നിങ്ങൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ മക്കളുടെ ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ച് ഈ അപ്പനും അമ്മയും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ വിശുദ്ധ ചാവറ പിതാവ് പറയുകയാണ്, സർവേശ്വരൻ മാതാപിതാക്കളെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ തന്നിരിക്കുന്ന നിക്ഷേപമാണ് മക്കൾ. അവരെ തമ്പുരാന് തിരിച്ചേൽപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. ഈ മക്കളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും വിശുദ്ധ ചാവറ പിതാവ് 1868 പറഞ്ഞു വെച്ചിട്ടുണ്ട്. മക്കൾ കുഞ്ഞായിരിക്കാം, അവരെ നഗ്നരായി നിങ്ങൾ നടത്തരുത് എന്ന്. ഇതിനുശേഷം ഈ ബന്ധുവീട്ടിലേക്ക് മക്കളെ വിടുമ്പോഴും മാതാപിതാക്കളെ കൂടെയാണ് മക്കളെ വിടേണ്ടത്. അതിനെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, മാലാഖമാരായി അവർ പോകും, മാതാപിതാക്കളെ കൂടെയില്ലെങ്കിൽ അവർ പിശാചുക്കളായി തിരിച്ചു വരുമെന്ന്. ഈ കാലഘട്ടത്തിലോ എത്രയോ ഒരു പ്രവാചക സ്വരമാണ് വിശുദ്ധ ചാവറ പിതാവിലൂടെ നമ്മുടെയൊക്കെ ദേശങ്ങളിലും കുടുംബങ്ങളിലും മുടങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ വസ്ത്രധാരണം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഒരു കത്തോലിക്കന്റെ വസ്ത്രധാരണം വളരെ പ്രധാനപ്പെട്ടതാ. അവന്റെ സംസാരം, അവന്റെ ശൈലി വളരെ പ്രധാനപ്പെട്ടവരാ. എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാനല്ല, എല്ലാവരും ധരിക്കുന്ന പോലെ ധരിക്കാനല്ല. ഒരു കത്തോലിക്കന് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണ ശൈലി ഉണ്ടാവണം. ഒരു ക്രിസ്ത്യാനിക്ക് യോജിച്ചതായിരിക്കണം നമ്മൾ മക്കൾ ധരിക്കണ്ടേ എന്ന് ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കളെ നിങ്ങൾ തിരിച്ചറിഞ്ഞോളും. വീണ്ടും വിശുദ്ധ ചാവറ പിതാവ് പറയുകയാണ്, മക്കൾക്ക് വിവാഹ ബന്ധത്തിന്റെ സമയമായി കഴിഞ്ഞ എങ്ങനെയുള്ള വ്യക്തികളുമായിട്ടാണ് വിവാഹ ബന്ധത്തിൽ നിങ്ങൾ ഏർപ്പെടേണ്ടത്? ദൈവവിശ്വാസവും ദൈവഭക്തിയുമുള്ള വ്യക്തികൾക്കാണ് നിങ്ങളുടെ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ അവൻ 5 അക്ക സംഖ്യ ശമ്പളമുണ്ട്, അവൻ അമേരിക്കയിലാണ്, അവൻ അയർലൻഡിലാണ്, എന്നാൽ ഈ ദൈവവിശ്വാസവും ദൈവഭക്തിയും ഇല്ലാത്തൊരു കുടുംബത്തിലേക്കാണ്, ഒരു മകനാണ് നിങ്ങളുടെ മകൾക്ക് ജീവിത പങ്കാളിയായി ലഭിക്കുന്നതെങ്കിൽ ഈ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞോ, അധികകാലമൊന്നും ഈ ബന്ധം മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ മാതാപിതാക്കളോട് വിശുദ്ധ ചാവറ പിതാവ് പറയുകയാണ്, മരിക്കുന്നേക്കാൾ മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സ്വത്ത് വിഭജിച്ച് വെക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം? ആ കാലഘട്ടത്തിൽ വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പല മാതാപിതാക്കളും പല കുടുംബത്തിലും ഈ മക്കൾക്ക് സമ്പത്ത് അല്ലെങ്കിൽ സ്വത്ത് വീതം വെച്ച് കൊടുക്കുന്നില്ല. അതിൻ്റെ അന്വർത്ഥമല്ലേ മാതാപിതാക്കൾ മരിച്ചു കഴിയുമ്പോൾ മക്കൾ ഇന്ത്യ പാകിസ്ഥാൻ കളിച്ചുകൊണ്ടിരിക്കുന്നേ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക,
നമ്മുടെ മക്കൾക്ക് സമ്പത്ത് വീതം വെച്ച് കൊടുക്കേണ്ട സമയമാകുമ്പോൾ അത് വീതം വെച്ച് കൊടുക്കുന്നതിൽ ഒരു മാതാപിതാക്കളും മടി കാണിക്കരുത് എന്നുള്ളതാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ വായിക്കുന്ന 2 പുസ്തകങ്ങളുണ്ട്. ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേരും രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേരും എന്താ? ആരും ചിന്തിക്കേണ്ട, ഫേസ്ബുക്ക് വാട്സപ്പുമാണ് ഈ 2 പുസ്തകങ്ങളെന്ന്. എല്ലാ കുഞ്ഞുങ്ങളും വായിക്കുന്ന ഈ പുസ്തകങ്ങൾ, ഒന്നാമത്തെ പുസ്തകത്തെ വിളിക്കും അപ്പൻ എന്നുള്ളത്. കുടുംബത്തിന്റെ അപ്പമായി തീരേണ്ട അപ്പൻ. രണ്ടാമത്തെ പുസ്തകത്തെ വിളിക്കും അമ്മ, കുടുംബത്തിന്റെ വിളക്കായി തീരേണ്ട അമ്മ. എന്നാൽ ഈ പുസ്തകത്തിന്റെ അകത്ത് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ക്യാച്ച് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാതാപിതാക്കൾ തിരിച്ചറിയുക. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഏതാണെന്നറിയോ? എൻ്റെ അപ്പനാ. അപ്പനെ കുറിച്ചുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഏറ്റവും മനോഹരമായ ചിത്രം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്, ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ കിടന്നുറങ്ങി എപ്പോഴെങ്കിലും ഞെട്ടി ഉണരുമ്പോൾ എൻ്റെ കട്ടിലിനരികിൽ എൻ്റെ അപ്പൻ 2 കരങ്ങളും വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഈ അപ്പൻ്റെ ചിത്രമാ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അമ്മയെക്കുറിച്ച് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നുണ്ട്, ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള പുസ്തകമാ എൻ്റെ അമ്മ എന്ന്. വിശുദ്ധ മരിയ ഗൊരേത്തി പാപത്തേക്കാൾ മരണമെന്ന് പഠിപ്പിച്ചത് മറ്റാരുമല്ല, മറിച്ച് അവളുടെ അമ്മയായിരുന്നു. വിശുദ്ധാത്മാക്കൾ തിരുസഭയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ വഹിച്ചിട്ടുള്ള ആ റോള് എത്ര വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഇതുപോലെ തന്നെ വിശുദ്ധ അൽഫോൻസമ്മ, വിശുദ്ധ എവുപ്രാസ്യമ്മ, വിശുദ്ധ മറിയം ത്രേസ്യ, കേരള സഭയ്ക്ക് ഇതുപോലുള്ള വിശുദ്ധ മുത്തുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താ? വിശുദ്ധ ചാവറ പിതാവ് ആ കാലഘട്ടത്തിൽ നൽകിയ ആ അപ്പൻ്റെ ചാവരുകൾ ആ കുടുംബങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ആ കുടുംബങ്ങളിൽ വിശുദ്ധാത്മാക്കൾ ഉണ്ടായത്. കേരള സഭയ്ക്ക് ഇത്രമാത്രം വൈദികരെയും സമർപ്പിതരെയും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബ ചട്ടം ഓരോ കുടുംബങ്ങളും പാലിച്ചുകൊണ്ട്, എങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ ഈ കുടുംബ ചട്ടം നമ്മുടെ കുടുംബങ്ങൾക്കും ഒരു ശക്തിയായി തീരട്ടെ, മാതൃയായി തീരട്ടെ എന്നുള്ളതാണ്. ഭാര്യ ഭർത്ത ബന്ധത്തെക്കുറിച്ച് ഓരോ ദമ്പതികളും തിരിച്ചറിയുക. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും, നിന്റെ ജീവിത പങ്കാളിയെ നിനക്ക് തന്ന് ദൈവമാ. ഈ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ഈ ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയുടെ ഭവനമായി തീരണം. രണ്ടാമതായി വിശുദ്ധ ചാവറ പിതാവ് പറയുകയാണ് ഭാര്യ ഭർത്ത ബന്ധത്തെക്കുറിച്ചും മാതാപിതാക്കൾ മക്കൾ ബന്ധത്തെക്കുറിച്ചും. വിശുദ്ധ ചാവറ പിതാവിന്റെ 3ാമത്തെ ശിഖരമായിരുന്നു അവനിലേക്ക് തന്നെ വളരുക എന്നുള്ളത്. ഇതുകൊണ്ട് വിശുദ്ധ ചാവറ പിതാവ് പറയുന്നേ, നിന്റെ വിശ്വാസത്തിന്റെ സംരക്ഷകനാണ് നീ എന്നുള്ളത്. വിശുദ്ധ ചാവറ പിതാവ് തൻ്റെ മരണശയ്യയിൽ കിടന്നുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, മാമോദീസായിൽ എനിക്ക് ലഭിച്ച തൂവെള്ള വസ്ത്രത്തിന്റെ ശോഭ ഞാൻ ഒരിക്കലും മലിനമാക്കിയിട്ടില്ല എന്ന്. വിശുദ്ധ ചാവറ പിതാവിന് അഭിമാനത്തോടു കൂടെ പറയാൻ സാധിച്ചു, നമ്മളൊക്കെ ക്രിസ്ത്യാനിയായത് എപ്പോഴാ? എന്നാണോ ഈ മാമോദീസ ജലം നമ്മുടെ മേൽ അവിടെ നൊടിച്ചത്, അന്നാണ് ഞാനൊരു ക്രിസ്ത്യാനിയായത്. എങ്കിൽ വിശുദ്ധ ചാവറ പിതാവ് പറയുകയാണ്, മാമോദീസായിൽ എനിക്ക് ലഭിച്ച തൂവെള്ള വസ്ത്രത്തിന്റെ ശോഭ ഞാൻ ഒരിക്കലും മലിനമാക്കിയിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ വിശുദ്ധി നിറഞ്ഞു നിൽക്കണം. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം തിരുവചനം പറയുകയാണ്, സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ ശോഭ നഷ്ടപ്പെട്ടു, വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ എങ്ങനെ വഴിയരികിൽ ചിതറിക്കപ്പെട്ടു എന്ന്. നീ ഒരു സ്വർണമായിരുന്നു, നീ ഒരു തങ്കമായിരുന്നു, നീ ഒരു വിശുദ്ധ മന്ദിരമായിരുന്നു. നിന്റെ കുടുംബം തറവാട് നീ ഒന്ന് തിരിഞ്ഞു നോക്കുക. ആ കുടുംബത്തിന്റെ തറവാട് ഇന്ന് ശിഥിലമായി കിടക്കുന്ന അവസ്ഥ ഓർക്കുക. ഒരു സ്വർണമായിരുന്നു, തങ്കമായിരുന്നു, വിശുദ്ധ മന്ദിരമായിരുന്നു. ഇന്ന് നാൽക്കവലകളിൽ ചിതറിക്കപ്പെട്ട ഒരു കുടുംബമായി തറവാടായി മാറിയിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചറിയേണ്ട കാര്യമാണ്, വിശുദ്ധ ചാവറ പിതാവ് കുടുംബങ്ങൾക്ക് നൽകിയ ആ ചട്ടങ്ങളും ക്രമങ്ങളും നമ്മുടെ കുടുംബത്തിൽ പാലിക്കാതെ പോയത് കൊണ്ടാണ്. വിശുദ്ധ ചാവറ പിതാവ് വീണ്ടും നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്, അധിക ധാരാളിത്വവും
അധിക ലുപ്തം അത് തിന്മയാകുന്നു എന്ന്. ഇന്ന് പല കുടുംബങ്ങൾ തകർന്നതിന്റെ പിന്നിൽ കാണാൻ സാധിക്കും ഈ അധിക ധാരാളിത്തത്തിന്റെ കഥ, പൊങ്ങച്ചത്തിന്റെ കഥ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ്, COVID-19 മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അപരനുമായി പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ നമുക്ക് അഭിമാനിക്കാനുള്ളത്? ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല എങ്കിൽ അപരനുമായി പങ്കുവെക്കുവാൻ നീ തയ്യാറാവണം. ദേവാലയത്തിൽ നീ കടന്നു വന്നു, നിന്റെ പോക്കറ്റിൽ 5ന്റെ നോട്ടുണ്ട്, 10ന്റെ നോട്ടുണ്ട്, 100ന്റെ നോട്ടുണ്ട്, 500ന്റെ നോട്ടുണ്ട്, 2000ന്റെ നോട്ടുണ്ട്. സ്വസ്ത്രക്കാഴ്ച ഇടാൻ വരുമ്പോൾ നിന്റെ കയ്യിൽ പോക്കറ്റിൽ നിന്ന് ഏതായിരിക്കും പൊങ്ങുക? നിനക്കറിയാം. എന്നാ നീ ഒന്ന് ഓർക്കുക, ദൈവം നിന്റെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും നൽകിയത് എന്തായിരുന്നു? പേടൊന്നുമല്ല നൽകിയത്, നല്ലതായിരുന്നു. നല്ല ജീവിത പങ്കാളി, നല്ല മാതാപിതാക്കൾ, നല്ല മക്കൾ, നല്ല മരുമക്കൾ, നല്ല ജോലി, നല്ല വാഹനങ്ങൾ, എല്ലാം ദൈവം നല്ല തന്നുവെങ്കിൽ ദൈവത്തിന് കൊടുക്കാൻ ഒരിക്കലും നീ മടി കാണിക്കരുത്. വീണ്ടും വിശുദ്ധ ചാവറ പിതാവ് നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകിയാണ്, നമ്മൾ ആവശ്യമില്ലാതെ കടം വാങ്ങരുത്. പല കുടുംബങ്ങളിലെ അടിത്തറ തകർന്നതിൻ്റെ കാരണം ലോൺ എടുത്ത് തകർന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു പ്രവാചക സ്വരത്തോടുകൂടെ വിശുദ്ധ ചാവറ പിതാവ് നമുക്ക് നൽകുന്ന ഉപദേശങ്ങളാണ്. ഇന്ന് നമുക്ക് പ്രത്യേകമായി ഈ ആരാധനയെ പ്രാർത്ഥിക്കാം. ഈശോയെ, നീ എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. വിശുദ്ധ ചാവറ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ. ഇന്ന് കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ പല രീതിയിലും തകർന്നു പോയിക്കൊണ്ടിരിക്കുക, മക്കളുടെ ജീവിതം വഴിപിഴച്ചു പോയിക്കൊണ്ടിരിക്കുക. കുടുംബത്തിൽ വിവാഹം നടക്കാത്ത അവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥ, മക്കൾ പഠിച്ചു നല്ല രീതിയിൽ ഉയരാൻ സാധിക്കാത്ത അവസ്ഥ, മക്കളെ ഓർത്ത് നൊമ്പരപ്പെടുന്ന എത്രയോ മാതാപിതാക്കളാ ഈ ആരാധനയിൽ പങ്കെടുക്കാൻ പോകുന്നത്. നമ്മുടെ കണ്ണുനീരുകൾ ഒരിക്കലും വൃഥാവിലാവില്ല. കണ്ണീരോടുകൂടെ നമുക്ക് ഈ ആരാധനയിൽ പങ്കെടുക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരികയാണ്. ഒരിക്കൽ കൂടി വെളിപ്പാട് 3:20 ഓർക്കുക. ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുക്കിലേക്ക് വരികയും അവനോട് ചേർന്ന് ഭക്ഷിക്കുകയും ചെയ്യും. ഈശോയെ, നീ എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ. ഈശോയെ, നീ എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ. വിശുദ്ധ ചാവറ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ. നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസഹാക്കിന്നിടയനേ ആരാധന ഇസ്രായേലിൻ രാജനേ ആരാധന 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 ആരാധന.
ശരീരവിശുദ്ധി നൽകും അഭിഷേക നിമിഷമീ ആരാധന 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 ആരാധന. യേശുവിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കാം. അവനെ നോക്കിയവർ പ്രകാശിതരായി. അവള് ശക്തി ഇതാ പൊട്ടിപ്പുറപ്പെടുന്നു. അവൻ തൊട്ടവരും അവനെ തൊട്ടവരും അവിടുന്ന് സൗഖ്യം പ്രാപിച്ചു. ദാനിയേൽ പറഞ്ഞു, എരിയുന്ന തീച്ചൂളിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനായി എൻ്റെ ദൈവം. എരിയുന്ന തീച്ചൂളിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനായി എൻ്റെ ദൈവം. ഇന്നും ജീവിക്കുന്നവനായ യേശുവിനെ നമുക്ക് ആരാധിക്കാം. ദുഃഖങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമീ ആരാധന. അലറുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അനുഗ്രഹ നിമിഷമീ ആരാധന 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 മാലാഖമാരോടൊപ്പം ആരാധിക്കാം. ആരാധന 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 സ്വർഗവാസികളോടൊപ്പം ആരാധിക്കാം. ആരാധന വിശുദ്ധാത്മാക്കളോടൊപ്പം, ആരാധന പ്രവാചകന്മാരോടൊപ്പം, ആരാധന പുരോഹിതരോടൊപ്പം, ആരാധന രക്തസാക്ഷികളോടൊപ്പം, ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 24-25 തിരുവചനങ്ങൾ. നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ നിന്റെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഗർഭചിത്രമോ വന്ധ്യതയോ നിങ്ങളുടെ ദേശത്ത് ഉണ്ടായിരിക്കുകയില്ല. നിനക്ക് ദീർഘായുസ് ലഭിക്കും. ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികൾക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ്. ഈ സമയം കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ നിന്നവനാ മോശ. മോശ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന അന്തിമ വചസ്സുകൾ പുറപ്പാടിന്റെ പുസ്തകത്തിൽ അവിടുന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കുവാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണ്. നിങ്ങൾ ജോർദാൻ അക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കാം. വിശുദ്ധ ചാവറ പിതാവ് കേരള ക്രിസ്തീയ സമൂഹത്തിന് അന്തിമ വചസ്സുകൾ നൽകി. വിശുദ്ധ ചാവറ പിതാവ് തൻ്റെ ചാവറിൽ അവിടെ എഴുതി, ഒരു കത്തോലിക്ക കുടുംബം സ്വർഗത്തിന് സമാനമാണ്, ആകാശമോക്ഷത്തിന് സമാനമാണ് എന്ന്. ഒരു കുടുംബത്തിൻ്റെ ശക്തി എന്ന് പറയുന്നതും ബലമെന്ന് പറയുന്നതും
ദൈവഭയമാണ്. അതുകൊണ്ട് തന്നെ ഓരോ കുടുംബവും ദൈവത്തിലേക്ക് അവിടുന്ന് തിരിയണം. ഈ ആരാധന വേളയിൽ വിശുദ്ധ ചാവറ പിതാവിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ കാർന്നോന്മാരും നമ്മുടെ പൂർവികരും വിശുദ്ധ ചാവറ പിതാവ് നൽകിയ ആ പൈതൃകവും അന്തിമ വചസ്സുകളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു, നെഞ്ചോട് ചേർത്ത് വെച്ചു. അതുകൊണ്ടല്ലേ നമ്മുടെ തലമുറകൾ ഇന്നോളം അനുഗ്രഹിക്കപ്പെട്ടത്, കേരള ക്രിസ്തീയ സമൂഹം അനുഗ്രഹിക്കപ്പെട്ടത്. ഈ സമയം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിശ്വാസ ജീവൻ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന മക്കളുണ്ടല്ലോ. വിശുദ്ധ കുർബാനയില്ല, കുമ്പസാരമില്ല, തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, ജീവിത പങ്കാളിയോർത്ത് വേദനിക്കുന്നവർ, മാതാപിതാക്കളെ ഓർത്ത് നൊമ്പരപ്പെടുന്നവർ. ഓ എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്താം. യേശുവേ യേശുവേ എന്ന് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നൽകുന്ന ഈ അന്തിമ വചസ്സുകൾ നമുക്ക് ഹൃദയോത്തോട് ചേർത്ത് വെക്കാം. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവോന്മകനായി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി എന്റെ കുടുംബം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിച്ച് യേശുവേ. ആകാശമോക്ഷത്തിൻ തുല്യമായി മാറ്റണേ എൻ കുടുംബത്തെ നീ എന്നുമെന്നും. ആരാധന അങ്ങേക്കാരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ദാഹത്തോടെ ആലപിച്ചേ ആരാധന അങ്ങേക്കാരാധന, ദിവ്യകാരുണ്യമേ ആരാധന. മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. ദമ്പതികളെ, ഏകാത്മാവും ഏക ശരീരവുമാകുവാനല്ലേ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വിശുദ്ധ ചാവറ പിതാവ് ചാവരുളിൽ എഴുതി, ദാമ്പത്യ ബന്ധം അത് സ്നേഹം കൊണ്ടും വിശുദ്ധി കൊണ്ടും രക്തം കൊണ്ടും ബന്ധിക്കപ്പെട്ട ബന്ധമാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദേവാലയത്തിൽ വെച്ച് ഞങ്ങൾ വിവാഹം ആസ്വദിക്കപ്പെട്ട അനുഗ്രഹീതമായ ദിനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അവന് ചേർന്ന് ഇണയെ ഞാൻ നൽകും. എനിക്ക് ജീവിത പങ്കാളിയായി ദൈവം തന്നതാണ് എൻ്റെ കൂടെയുള്ള തുണ. ദൈവത്തിൻ്റെ കരകളിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ പറ്റാത്ത എത്രയോ ദമ്പതികളുണ്ട്. സംശയത്തിന്റെ വേരുകൾ, അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്നേഹം മരവിച്ചു പോയിരിക്കുന്ന അവസ്ഥ, ദാമ്പത്യ അവിശ്വസ്തതകൾ. ഓ എൻ്റെ കർത്താവേ, ഈ ആരാധന വേളയിൽ ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഏതെല്ലാം നൊമ്പരങ്ങളും പേറിക്കൊണ്ട് ഈ ആരാധനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല ദമ്പതികളുടെ മേലും നിന്റെ കൃപാകടാക്ഷം അവിടെ ഒഴുകട്ടെ. രക്തത്താലും സ്നേഹത്താലും ബന്ധിക്കപ്പെട്ട കുടുംബങ്ങളായി, ദാമ്പത്യ ജീവിതങ്ങളായി ഓരോ ദമ്പതികളെയും നീ ഈ സമയം തന്നെ അവിടെ നിന്ന് ആശീർവദിക്കണമേ. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയേ യേശുവേ യേശുവേ എന്ന് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ദാമ്പത്യ ജീവിതങ്ങളെയും ഈശോ ആശീർവദിക്കുന്ന സമയമല്ലേ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ. മോക്ഷത്തിൻ തുല്യമായി മാറ്റണേ എൻ കുടുംബത്തെ നീ എന്നുമെന്നും. ആരാധന അങ്ങേക്കാരാധന, ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പി ആരാധിക്കട്ടെ. ആരാധന അങ്ങേക്കാരാധന, ദിവ്യകാരുണ്യമേ ആരാധന. സങ്കീർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാം തിരുവചനം. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി.
എൻ്റെ തലയിണ കുതിർന്നു. കണ്ണുനീരുകൊണ്ട് എൻ്റെ കിടക്ക് നനഞ്ഞു. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു. ഓ എൻ്റെ കർത്താവേ, അനേകം കുടുംബങ്ങളുടെ നിലവിളിയല്ലേ. കണ്ണീര് പൊഴിക്കാൻ മാത്രമേ അവർക്ക് സാധിക്കുന്നുള്ളൂ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ നീ അവിടുന്ന് കാരണമേ. മക്കൾ പാപത്തിൽ ജീവിക്കുന്നവർ, വിശുദ്ധി നഷ്ടപ്പെടുത്തിയവർ, പ്രേമബന്ധന കുരുക്കുകളിൽ പെട്ടിരിക്കുന്നവർ, മദ്യത്തിന് ലഹരിക്കും അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും കർത്താവേ? പിശാചുബാധിതരായ മകന്റെ പിതാവ് യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് യേശുവിനോട് പറഞ്ഞു, പലപ്പോഴും എൻ്റെ മകനെ തീയിലേക്കും വെള്ളത്തിലേക്കും തള്ളിയിടുന്നു. നിനക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എൻ്റെ മകനിൽ അലിവ് തോന്നി എൻ്റെ മകനെ രക്ഷിക്കണമേ. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. വിശുദ്ധ ചാവറ പിതാവ് പറയുകയാണ്, സർവേശ്വരൻ സൂക്ഷിക്കാൻ തന്നിരിക്കുന്ന നിക്ഷേപമാണ് മക്കൾ. അവരെ തമ്പുരാന് തിരിച്ചേൽപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാ. രണ്ട് കരകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കോ. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാ. ഒരപ്പന്റെയും അമ്മയുടെയും പ്രാർത്ഥന വൃഥാവിലാവില്ല. പിശാചുബാധന്റെ പിതാവ് യേശുവിന്റെ സവിധയെ കടന്നു വന്നത് കൊണ്ട് മാത്രമല്ലേ ആ കുഞ്ഞ് സൗഖ്യപ്പെട്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏതെല്ലാ രീതിയിലുള്ള ചാഫല്യങ്ങളുണ്ടോ, ദൗർലഭ്യങ്ങളുണ്ടോ, കർത്താവിന് സൗഖ്യം തരാൻ സാധിക്കാത്തൊരു മേഖലയില്ല. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച് യേശുവേന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് എല്ലാ കുടുംബങ്ങളിലും യേശു നാമം ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. വിളിച്ചുണരട്ടെ. യേശുവേ. ആകാശമോക്ഷത്തിൽ തുല്യമായി മാറ്റണേ എൻ കുടുംബത്തെ നീ എന്നുമെന്നും. ആരാധന അങ്ങേക്കാരാധന, ദിവ്യകാരുണ്യമേ ആരാധന. വിളിച്ചുണരട്ടെ. ആരാധന അങ്ങേക്കാരാധന, ദിവ്യകാരുണ്യമേ ആരാധന. ഹെബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നു, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും അവൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. 100 വയസ്സായ അബ്രാഹത്തിന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറയുടെ ഉദരം വന്ധ്യമാണെന്നറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം തകർന്നില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. ഓ എൻ്റെ കർത്താവേ, ഈ സമയം മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് 5, 10, 15, 20, 25 വർഷങ്ങൾക്ക് കഴിഞ്ഞ് കർത്താവേ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ അനേകം ദമ്പതികളുണ്ടല്ലോ. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? ഓ എൻ്റെ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു ദമ്പതികളെയും അവിടുന്ന് കൈവിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈ രാത്രിയുടെ യാമങ്ങൾ ആരാധനയെ പങ്കെടുത്ത് വിശ്വാസപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അബ്രാഹത്തിനും സാറയ്ക്കും 100-ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ നൽകിയതുപോലെ, വാർദ്ധക്യത്തിൽ എൽക്കാനയ്ക്കും ഹന്നയ്ക്കും കുഞ്ഞിനെ നൽകിയതുപോലെ, എലിസബത്തിന് സക്രിയയ്ക്കും പ്രായാധിക്യത്തിൽ മക്കളെ നൽകിയതുപോലെ ഞങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ കണ്ണുനീര് അവിടുന്ന് കാണണമേ. ആരോടും പങ്കുവെക്കാനാവാത്ത സങ്കടം നീ അവിടുന്ന് കാണണമേ. ചികിത്സിച്ച് മടുത്തു, സമ്പാദിച്ച് മുഴുവൻ നഷ്ടപ്പെട്ടു. ഈ സമയം കർത്താവേ, ഈ രാത്രിയുടെ യാമകളിൽ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നിനക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ. 2 കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താ. യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. വിളിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ. ആകാശമോക്ഷത്തിൻ തുല്യമായി മാറ്റണേ എൻ കുടുംബത്തെ നീ എന്നുമെന്നും. എന്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന, ദിവ്യകാരുണ്യമേ ആരാധന. എല്ലാവരും ചേർന്ന്
ആരാധന അങ്ങേക്കാരാധന ദിവ്യകാരുണ്യമേ ആരാധന. യെശയ്യാ പ്രവാചകൻ പറയുന്നു, കർത്താവേ അങ്ങ് അനുഗ്രഹിച്ചാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. കർത്താവേ അങ്ങ് തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഈ രാത്രിയുടെ യാമങ്ങളിൽ ഈശോ എന്നെ അനുഗ്രഹിക്കുന്ന സമയമാ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന സമയമാ. എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ നിയോഗങ്ങളും എൻ്റെ യാചനകളും എൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാം കർത്താവേ നിന്റെ തിരുസന്നിധിയിലേക്ക് അനുഗ്രഹിക്കുവാനായി, ആശീർവാദത്തിനായി ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഈ രാത്രിയിൽ എൻ്റെ കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഈശോ ഏതെല്ലാം കുടുംബങ്ങളെ കടന്നു ചെന്നു അവിടെ എല്ലാം കുറവുകൾ നിറവുകളായി മാറിയിട്ടുണ്ടല്ലോ. സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു, ആ കുടുംബത്തെ രക്ഷ നൽകി. കാനായിലെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു ചെന്നു, ആ കുടുംബത്തിന് പുതുവീഞ്ഞിന്റെ അനുഭവം നൽകി. പത്രോസിന്റെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു ചെന്നു, ആ കുടുംബത്തിൽ നിന്ന് അമ്മായിമ്മയുടെ പനി അവിടെ ശാസിച്ചു. അതെന്തോ തിന്മയുടെ ശക്തിയായിരുന്നു, അതുകൊണ്ടാണ് കർത്താവ് അതിനെ ശാസിച്ചത്. എലിസബത്തിന്റെ കുടുംബത്തിലേക്ക് യേശു കടന്നു ചെന്നു, എലിസബത്തിനും യോഹന്നാനും പരിശുദ്ധാത്മാവിനെ നൽകി. ലാസറിന്റെ കുടുംബത്തിലേക്ക് യേശു കടന്നു ചെന്നു, മരണത്തിൽ നിന്ന് ഉയർപ്പിലേക്ക് യേശു അവിടുന്ന് കൈപിടിച്ചുയർത്തി. എങ്കിൽ ആ യേശു തന്നെയാ ഈ രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ കുടുംബത്തിലേക്ക് വരുന്ന. രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ധന്യൻ ചാവറ പൂജ്യ പിതാവേ, ഭവന വിശുദ്ധിക്കധ്യാപകനേ, അരുളണമേ തവ തിരുവചനങ്ങൾ ഭാരത സഭയുടെ യുഗപുരുഷ. ധന്യൻ ചാവറ പൂജ്യ പിതാവേ, ഭവന വിശുദ്ധിക്കധ്യാപകനേ, അരുളണമേ തവ തിരുവചനങ്ങൾ